ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിലുള്ള സമയത്ത്, എനിക്ക് വർക്കുള്ള സമയത്ത് ഞാൻ രാവിലെ എണീറ്റിരിക്കുകയാണ്. രാവിലെ എണീറ്റ് നമ്മൾ എവിടെ പോകുന്നു ചോദിച്ചാൽ, നമ്മളിന്ന് കുറേ നാളെ ചോദിച്ചാൽ, അതായത് എനിക്ക് തോന്നുന്നൊരു ഒത്തിരി ആയിട്ടുണ്ട് ഞാനൊരു ലോങ് ഡ്രൈവ് കാറിലൊക്കെ പോയിട്ട്, അതായത് ട്രിവാൻഡ്രം വരെ പോയിട്ട് കുറേ നാളായിട്ടുണ്ട്. അങ്ങനെ കാറിലങ്ങനെ പോകല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എറണാകുളത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് പോവുക, അങ്ങനെ പോവുക, ആ ഒരു സെറ്റപ്പാണ്. മിക്കപ്പോഴും ട്രെയിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാർ പിടിച്ച് പോവുകയാണ്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചില്ല. അമ്മര് വന്നിട്ട് ഏകദേശം ഒരു എത്രയായി, എനിക്ക് 2 മിനിറ്റൊക്കെ പറയാം. വന്നിട്ട് ഇപ്പോൾ എതിർ വെച്ചു കറക്റ്റ് ഒരു 17 മിനിറ്റ് ആയിട്ടുണ്ട്. 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരെ ചെന്ന് കാറിലേക്ക് കയറാം. എന്നിട്ട് കാണിച്ചില്ല ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പോകണമെങ്കിൽ നല്ല ഹോട്ടലുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാം, കാറിൽ കയറിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളോട് ആരൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തായാലും കാറിൽ കയറട്ടെ. കാറിൽ കയറുമ്പോൾ ഉറപ്പായിട്ടും പള്ളിയായിരിക്കും. എന്തായാലും കാറിൽ കയറുന്നുള്ള അവസ്ഥ ഞാൻ അപ്പം കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്തെങ്കിലും ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ദീർഘ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാറിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയപ്പോൾ ഞാനുണ്ട്, അഫ്സലിക്കാണ്ട്, അർജുനുണ്ട്. അപ്പോൾ നമ്മൾ 3 കൂടെ 1:30 ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരുത്തൻ ഓൾ കേരള സഞ്ചരിച്ചിട്ടുണ്ട്. അവനെല്ലാം ഫുഡ് സ്പോട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഓടിച്ച് കൊല്ലത്ത് ചെയ്ത് ഊട്ടുവരെ വന്നിട്ടുണ്ട്. ജനകീയ കുടുംബശ്രീ ഫുഡ് കൊള്ളില്ലെങ്കിൽ നിന്നെ തലതല്ലി പിടിക്കും ഞങ്ങളെ. നല്ല ഫുഡാണ് ഊട്ടുവരുടെ ഫുഡ്, നല്ല ഫുഡാണ്. അതെ, എന്തായാലും പോയി നോക്കാം, കഴിക്കട്ടെ. എന്തായാലും പോയിട്ട് എന്തെങ്കിലും ഫുഡ് നോക്കാം. നോക്കൂ പിള്ളേരായിട്ടല്ലേ നിങ്ങളെ എന്താ പറയണ്ടാവല്ലേ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഉടനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്സരയുടെ കല്യാണം ഉടനെ. നമ്മൾ പിക്കാറുണ്ട് പൊഴിയൂര് പോകുമ്പോഴത്തേക്ക്, പൊഴിയൂര് ഇല്ലെങ്കിൽ നല്ല പെൺകുട്ടിയെ കണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് അപ്സരയ്ക്ക് വേണ്ടി ആലോചിക്കുന്നത്. എന്തോ കാണിച്ചില്ല. ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ നിന്റെ അന്തിയാണ് അർജുനെ. നല്ല ഫുഡ്, ഊട്ടുവരുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒട്ടക്കം മുതൽ നാവളം മുതൽ നല്ല ഹോട്ടലുണ്ടെന്ന് പറയും. കൊണ്ടുവന്ന് ഓരോ ജംഗ്ഷനിലെ ഹോട്ടല് അടച്ചിട്ട കടകൾ മാത്രം കാണിച്ചത് തന്നെ. കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ എങ്ങനെയാണ് ഇവൻ വണ്ടിയിൽ. കേരളത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ട്രാവൽ ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലില്ല, ഫുഡ് കോർട്ടില്ല, ഒന്നുമില്ല, എല്ലാം അറിയാമെന്ന് പറഞ്ഞത്. സോ വെയിറ്റ് ഫോർ ദ ഫുഡ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി, എല്ലാം ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിൽ അത്രയ്ക്ക് വന്നേ, നമ്മുടെ കൂട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രയായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു അല്ലേ? പേര് അർജുൻ റെഡ്ഡി. നല്ല ഫുഡ്. ടർക്കി തുണി പോലത്തെ ഡ്രസ് എടാ, നീ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങനെ ഏത് പറഞ്ഞു? ഇപ്പോഴും എന്റെ ഫുഡ് ബ്ലോഗ് ഇങ്ങനെ ചതിക്കാറില്ല. രാവിലെ വെളുപ്പിന് 5 മണിക്ക് എറണാകുളത്തുനിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ മുതലേ 150 ഹോട്ടൽ കണ്ട്. ഇവൻ പറഞ്ഞ് നല്ല ഫുഡ് എന്നും പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുവന്നതാണ്. നല്ല ഫുഡായിരുന്നു ഗൈസ്. നല്ല ഫുഡിന്റെ ഫുഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുട്ടിന്റെ മാവ് പുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും. പുട്ടിന്റെ മാവ് പുട്ടായിട്ട് ചാച്ചന്റെ കൊച്ചാച്ചന്റെ കയറി ഇനി 4 മണിക്കൂറുണ്ട്. നമ്മൾ നേരെ കാറിലേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യണം. ഇനി അർജുനാണ് വണ്ടി എടുക്കുന്നത്. അപ്സലിക്ക പുടയ്ക്കാൻ ഉറങ്ങാൻ പോയാണ്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് 4 മണിക്കൂറുണ്ട്. അവിടെ കൊല്ലം ഏകദേശം എത്തിയുണ്ട്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ ട്രാവൽ. ഇനി അവിടെ എത്തിയിട്ട് വരാം. അവിടെ എന്താ സംഭവം എന്ന് പറയണ്ടേ, അതൊക്കെ അറിയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്താണ്. അവിടെ നമ്മൾ മെയിൻ കല്യാണത്തിന് പോകണം, മെയിൻ ആയിട്ടുള്ള കല്യാണത്തിന് പോകണം. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്തിനാണ് ഇവിടെ നമ്മൾ പൊഴിയൂർ അടുത്തെത്താറായി, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. പക്ഷെ വന്ന വഴിയായി കിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ റോഡൊക്കെ ഇങ്ങനെ ജില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചലേക്ക് വരാൻ പറ്റിയ റോഡ്. ഏകദേശം പണി കഴിഞ്ഞിട്ടുള്ള ജോലികളൊക്കെ ആയിരുന്നു അവിടുത്തെ ഇതൊക്കെ. ഡ്രൈവർ അർജുനായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്തിയപ്പോഴത്തേക്ക് കൊണ്ട് കട പറഞ്ഞ് നല്ല കടയാണ്, കിടിലം കടയാണ്, ലൈമൊക്കെ നല്ലതാണ്, ഇവിടുത്തെ അവൽ മിൽക്ക് അല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ലൈവ് എന്ന് പറഞ്ഞാൽ കുടിക്കാണെങ്കിൽ പോകണം. പക്ഷേ അപ്പോഴത്തേക്ക് കഴിച്ച് അവിടുത്തെ ഫുഡിൻ്റെ ആ ഇതൊന്നും മാറി കിട്ടും. ലൈവ് കുടിച്ചൊരു ഇതുമാകും. അപ്പോൾ ഒരു അത് എൻ്റെ പൊന്നോ, ഇവൻ്റെ നാട്ടിൽ പിന്നെ അറിയാൻ പറ്റാത്ത കട കാണത്തില്ല. നമ്മളെന്തായാലും ലൈവും കുടിച്ചിട്ട് അങ്ങോട്ട് യാത്ര തിരിക്കാന്ന് വെച്ചാൽ 2 കാന്താരി മുട്ടയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാന്താരി മുട്ട ഇന്നെരിയുന്നു. ചേച്ചി പറഞ്ഞൊരു കൂല് വെച്ചു, അച്ഛക്ക് കൂല് കൊടുക്കാം. കൂല് വെച്ചു, അതിനനുസരിച്ച് കൂല് വെച്ചു കുറച്ച് വെച്ചു. അതങ്ങനെ കൊടുത്തു. അപ്സിക്കൊക്കെ അത് ആദ്യം കൂടുതൽ. അപ്സിക്കൊക്കെ കൊടുത്തത് കൂടുതൽ പൈസ. അപ്സിക്കൊക്കെ കഴിക്കട്ടെ. ഒറ്റ വായിട്ട്
ഫുള്ളായിട്ടോ ഫുള്ളിട്. ആകെ നമ്മുടെ ലൈവ് വന്നിട്ടുണ്ട്. ഇത്ര മണി ക്ലാസ്സിന് 20 രൂപ. ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്, ഈ ഒരു പാടുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ കട വരുന്നത് ഒരു വീടിൻ്റെ താഴത്തെ. ഈ കട അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പ്ലീറ്റ് ചെയ്ത് ആ സ്ഥലം എന്നുള്ളത്. ഓടാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡ് തമിഴ്നാട്, ലെഫ്റ്റ് സൈഡ്. അയ്യോ നീ തമിഴ്നാട്ടിൽ കയറോ? അയ്യോ നമ്മൾ കേരളത്തിലാണ് കല്യാണം. നീ തമിഴ്നാട്ടിൽ കൊണ്ടുപോയില്ലേ നമ്മളാ? ഇവന്റെ വീടാണല്ലോ തമിഴ്നാട്. അപ്പൊ നിങ്ങളെ കണ്ണാടി അറിയുന്നതിന് കാണുന്നുണ്ടെന്നറിയില്ല, സുറുമയൊക്കെ എഴുതിയിരിക്കും ഒരാള്. അതെ മീശ പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്ന മിണ്ടാത്തണ്ട. നോക്കിങ്ങട് നോക്ക്. കറക്റ്റ് എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അല്ലാണ്ട് ഇവൻ മീശ കറുപ്പിക്കണ. ഇപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് മുതലാളി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മുതലാളി ഇറക്കുന്ന മുമ്പിൽ അവിടെ ചെന്നാൽ മതിയായിരുന്നു. എത്തുവാടേ അവിടെ? ഓക്കെ ലെറ്റ്സ് ഗോ. അമ്പിയാണ് അമ്പി വരുന്നു. അമ്പി നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ഏരിയ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഐസ് നമ്മളങ്ങനെ മണ്ഡപത്തിലല്ലേ ഓഡിറ്റോറിയം ചെയ്തിട്ടുണ്ട്. മുതലാളി ഉണ്ടായിരുന്നു, മുതലാളി പോയി, പക്ഷെ വന്നിട്ട് പെട്ടെന്ന് പോയി. ബാക്കി നമ്മുടെ ടീംസ് എല്ലാം ഉണ്ട്. എന്താ പോകുമ്പോഴത്തേക്ക് എന്താ ഓ അതിൻ്റെ പാട്ടുണ്ടേടാ അഫ്സലിക്ക വരുന്നിട്ട് മൊല്ലാക്ക കണ്ണൊക്കെ എഴുതിട്ടാണ്. അഫ്സലിക്ക കണ്ണൊക്കെ എഴുതി ഇങ്ങോട്ടാണ് വരുന്നുള്ള കാര്യം അഫ്സലിക്ക ആലോചിച്ചില്ല. നല്ല ടീമിന്റെ ഇടയ്ക്കല്ലേ വന്നത്. അയ്യോ ഇന്ന് അഫ്സലിക്ക അല്ല ഇന്ന് അഫ്സലിക്ക അവിടെ വെച്ച് ഭയങ്കര ഇതന്നെ നിന്നേ. പക്ഷെ ഇപ്പൊ ആലോചിച്ചില്ല. മറ്റെന്തുവാ കണ്ണൊക്കെ മൂക്ക് വന്ന് കയറണേ എങ്ങാട്ടെന്നുള്ളത്. എവിടെ പോണ് എന്താ ഇവിടെ അവരവിടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പോയി പ്ലാൻ ചെയ്യാൻ നടക്കട്ടെ. കഴിഞ്ഞിട്ട് വാ ഉണ്ട് വേണോ? ഞാൻ നമുക്ക് മൈക്ക് കൊടുത്തിട്ട് വരാം. പാവേടൻ ടീമിന്റെ എന്തോ ഒരു ഫസ്റ്റ് വീഡിയോ, അവരുടെ എന്തോ വീഡിയോ അതെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണത് എടുത്തത്. എൻ്റെ മറ്റേ ലൈറ്റ്നിങ്ങിൻ്റെ അഡാപ്റ്റർ മാത്രമേ ഉണ്ടത്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന കല്യാണം എന്ന് പറയുന്നത് നല്ല ബിരിയാണി വേണം. കഴിച്ചിട്ട് പോയായിരുന്നു. വന്നിരിക്കുന്നത് നമ്മുടെ വിജിൻ അറിയാവുന്ന നിങ്ങൾക്ക് പണ്ടത്തിൻ്റെ ബ്ലോഗ്, മറ്റേ മനോരമൻ്റെ ബ്ലോഗ് കണ്ട് അറിയാവുന്ന വിജിൻ ബാബു ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് ഞാനൊക്കെ കളിയാക്കുന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കല്യാണമാണ്. പെണ്ണിൻ്റെ ഇവർ ഡയാന എന്നാണ്. അപ്പോൾ അവൻ്റെ കല്യാണത്തിൽ വന്നിരിക്കുന്നത്. മുതലാളി നേരത്തെ ഒന്ന് ചർച്ചിട്ട് വന്നിട്ട് പോയി. അപ്പം മലയാളി വന്ന് പോയി. മലയാളി ഇങ്ങോട്ട് വന്നില്ല. മലയാളിക്ക് വേറെ വരണം. അപ്പോൾ ജസ്റ്റ് വന്ന് എന്നിട്ട് കണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് നേരെ പോയി. അപ്പം നമ്മൾ ഇപ്പോഴാണ് എത്തുന്നത്. ചെന്ന് നോക്കാം വിജിൻ സാറിന്. അയ്യോ ഇവിടെ സെറ്റ് ചെയ്യുന്നതല്ല. അയ്യോ അയ്യോ എൻ്റെ മോൻ ചേച്ചി മറ്റേ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ? ഹസ്ബൻഡിന്റെ കൂട്ടത്തിൽ വീഡിയോ ചെയ്യുന്നതല്ലേ? കാണാറുണ്ട് കേട്ടോ. ഇത് മറ്റേ അച്ഛനും അമ്മയൊക്കെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ? ഗംഗാ മീനാക്ഷി എന്ന് പറയുന്ന ആളല്ലേ? അല്ലേ? വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി തമിഴ്നാട്ടിനെ പറ്റിയതാ അത് പറഞ്ഞ തമിഴ്നാട്ടിനെ പറ്റി പറയാനുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത തമിഴ്നാട്ടിൽ കല്യാണം കൂടെ പോടാ. നിനക്ക് നമുക്കറിയാം നിനക്ക് എന്തോ ഉണ്ടെന്നുള്ളത്. അത് വേറൊന്നുമല്ല, തമിഴ്നാട്ടിൽ ഇവരൊരു പെൺകുട്ടിയായിട്ട് മറ്റേ പാട്ടൊക്കെ പാടിത്ത രാത്രി വിളിക്കും സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കൊച്ചിനെ കാണാൻ വേണ്ടി ഇവൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അവൻ അവളെ കാണാൻ വേണ്ടി ചെന്നൈ വരെ. അതെന്തിനാ ചെണ്ടോട്ടം അടം വരെ പോയത്? നാട്ടിൽ ചെണ്ടോട്ടം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്നില്ല, അഖില് വന്നില്ലടാ. അഖില് വരട്ടെ. മെയിൻ ആളവൻ. അവന്റെ ക്രഷ് എന്ന് പറയുമ്പോ ഇല്ലടാ, അവൻ സ്നേഹമുള്ളത് ഇത്രയും ദൂരം എങ്ങനെ ഒന്ന്
ഗംഗയ്ക്ക് വേണ്ടി ഒരാൾ സമയം കണ്ട് ദൂരത്ത് നിന്ന് കാണാമെന്ന ഗംഗ അംഗീകരിക്കുമോ? അംഗീകരിക്കുമല്ലോ. അപ്പൊ അത് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അപ്പൊ ആ ചെന്നൈ വരെ പോയത് തമിഴ് പഠിച്ച് അതല്ലേ ഞാൻ പറഞ്ഞ വേലക്കാരിയാണ്. നീ പോണാ 2 മണിക്ക് ഇതിനൊക്കെ എങ്ങോട്ട് പോനാ? ഏട്ടായി കലിപ്പാണ് നേരത്തെ 6 മണിക്കും വീട്ടിൽ ചെല്ലെന്ന് പറഞ്ഞാ. ബൈ ബൈ വിനാശ് ബൈ. നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. ചന്ദോന എടാ ഇവന്റെ പ്രേമ വിവാഹം എന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ? വിജിന്റെ ഇവ 8 വർഷത്തെ പ്രണയാ? 8 വർഷത്തെ രഹസ്യമായിട്ടുണ്ട്. ഇപ്പോഴും നാട്ടുകാർ വിചാരിക്കുന്നത് അല്ലാതെ അറേഞ്ച് മാരേജ്. അതാണ് വിജിൻ ഒരു സൈക്കോയാണ്. എടാ അവിടെ വന്നവൻ സിഗ്മേഡ് പെമ്പിള്ളാരെ മുഖത്ത് നോക്കില്ലെന്ന് പറയണതല്ലേ? അല്ല അത് പുള്ളിയുടെ ഇത്. കാരണം വെച്ചാൽ ഒരു ചേച്ചി ഉണ്ടായിട്ട് ആരെയും നോക്കാതെ അയാള്. പക്ഷെ അയാളെങ്ങനെ നമുക്കറിയാം. അവൻ ചേർവൻ രഹസ്യങ്ങളൊന്നും പുറത്തു വരുന്നല്ലേ? അതെ അതെ ചുമ്മാ സമ്മതിച്ചു. 8 വർഷത്തെ പ്രേമം അത് നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ 4 മാസം ആകുമ്പോഴേ ബ്രേക്കപ്പ് ആവും. വേലക്കാരിയായിരുന്നാലും മോഹമില്ലേ ഒന്നുമില്ലേ? അപ്പടിയൊന്നും ഇല്ല. അത് അങ്ങനല്ലേ? അങ്ങനല്ല. ഓക്കെ ഇന്ന് വിജിനെ കാണട്ടെ. 8 വർഷത്തെ പ്രണയം ഇങ്ങനെ സക്സസ് ആയ സ്റ്റോറി അറിയണ്ടേ? വിജിനെ കാണണം. ബിരിയാണിയുടെ മണം എന്നൊക്കെ മേടിക്കുള്ളൂ. ആദ്യം ബിരിയാണി കഴിക്കണ അവനെ കാണണം. ബിരിയാണി മതി. ആദ്യം ബിരിയാണി കഴിക്കാം. നാളെ അമ്പാന് നീ എവിടെയാണ്? എന്നെ കാണാനില്ല. ആൾക്കാരൊക്കെ ചോദിച്ചു അമ്പാൻ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. ഗ്ലാമർ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അടുത്തത് അമ്പാന്റെ കല്യാണാടാ. എന്താണ് നാളെ നിനക്ക്? മൈൻഡ് പോലും ചെയ്തില്ല. അഭിസാർ എന്താണ് മാങ്ങയൊക്കെ കമ്പിളി കണ്ട ജോസ് എന്താ വീഡിയോ കോള് അന്നൊക്കെ എത്ര കാര്യമായിട്ട് ചെയ്യുന്നു വന്നില്ലല്ലോ. കൊള്ളാം വന്നില്ല. മോശമായിപ്പോ എന്നാല് അമ്പാന്റെ സ്വന്തം ജോസൂട്ടി അല്ലേ നിന്റെ വരാതിരുന്ന മോശമായിപ്പോയി. കോഴിക്കോടാ? അവരോടാണെന്നാ അത് കണ്ട് സൂഹിക്കണം. ഓ വിജിനെ വിജിന്റെ അളിയല്ലേ? ടെൻഷന് കല്യാണം 8 എത്ര വർഷം നീ നിനക്ക് ലൈനുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പഴാണ് അറിയുന്നത്. ഓ നിനക്ക് ലൈൻ ഉണ്ടായിരുന്നടാ വിജിനെ? ഇവനവിടെ സിഗ്മ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന വിജിനെ മനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ എടുത്തിട്ടുണ്ടാവും. നിനക്ക് നല്ല ഫുൾ ധൈര്യം. പക്ഷെ നിന്റെ കഥ പറയണേ. 8 വർഷത്തെ പ്രണയത്തിന്റെ പറയണേ. പറയണേ. ഇവന് എന്താണ് ഇഷ്ടം? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയണേ. ഗോകുലട്ടെ അവിടെ മൊലാളി വന്നായിരുന്നല്ല? ഫോട്ടോ എടുത്താ? നീ എന്തിനാ ഇത്ര വിറക്കണേ? 8 വർഷത്തെ പ്രണയ സാഫല്യത്തിന് അഖില് നമുക്കുള്ള കൂടെയുള്ള ഗിഫ്റ്റ് അഖിലാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും കൂടെയുള്ള ഗിഫ്റ്റ് അഖില് ഒരു ഗ്രൂപ്പ് ഫോട്ടോ. നമ്മളെല്ലാരും കൂടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ. അഖില് നീ സ്നേഹമുള്ളവനാടാ. അതൊക്കെ ആരാ തോണിക്കൊള്ളുക? അതിനകത്ത് ആരാ തോണിക്കൊള്ളുക? ഗിഫ്റ്റ് നിനക്കുള്ളതാ? ആരാ വേണ്ട പിന്നെ കൊടുക്കാതെ വാ. കുറച്ചു കൊടുക്ക. കാറ് അഖില് അത് കൊടുക്കണം പിന്നെ കൊടുക്കടാ. അയ്യോ അഖില് പ്ലിങ്കി എടാ പിന്നെ കൊടുക്കാടാ. നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഗിഫ്റ്റ് ഈ സമയത്ത് പറയാൻ പാടുന്ന അറിയില്ല. പറയട്ടെ പ്ലിങ്കി കേക്ക് കാട്ടി കൊടുക്കാത് ഇറക്കി വിട്ട് അമ്മ വരച്ചിട്ടത് 3 സെയിം കളറായുണ്ട്. അതെന്താ 3 പേര് കറക്റ്റ് കണ്ട അങ്ങനെ കറക്റ്റ് നടുക്ക് വെച്ച് വെള്ളം ഇടണമെന്ന് ഞാനൊരു വാവരെടുത്ത് പോയി വെള്ളം. ഓ ഇറച്ചിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഉള്ളത്. ഇത് അകലും കൊണ്ടുവന്നു 150, 300. പക്ഷെ 8,000 വരെ ചാപ്പാട് നമ്മളൊന്ന് തിന്നും. കേക്ക് അഖിലേ അടുത്ത് നിന്റെ ഉണ്ടാവണം ഓർഡർ.
ഓ ആവണോ പോയി അറിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി അറിഞ്ഞ് അസൈമുഖം തുറലാകെ കൊള്ളത്തില്ല തമിഴ്നാട്ടിലേക്ക് ഏറ്റവും ടേസ്റ്റ് ആണ് ഇത് കേരളത്തിലെ അകേഷേ നമുക്ക് അടുത്ത തമിഴ്നാട്ടിലെ സദ്യ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല കഴിക്കണം അച്ഛനിക്ക നീ പേടിക്കണ്ടാ നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ ഒളിച്ചോടും ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും ഒറ്റ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ മറ്റേ ഇത് വിജിന്റെ കല്യാണമല്ല നിന്റെ ഊക്കലാണ് ഇത് പറയൂ. നമ്മളിവിടെ വിജിന്റെ കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് വന്നപ്പോ നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ചില്ല, നമ്മളെല്ലാം കൂടെ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പം പരസ്പരം അങ്ങോട്ട് കൂടെ മാറിപ്പോയി. കൊല്ലത്തുള്ള അഖില് എന്റെ അഖിലല്ല അഖിലിനെ ഏൽപ്പിച്ച് അതൊന്നും നടന്നില്ല, കുഴപ്പമില്ല. പൈസ അവൻ സ്വന്തമായിട്ട് പൈസ ഇട്ടതുകൊണ്ട് വിത്ത് അഖിൽ എന്ന ഫോട്ടോയുടെ താഴെ വിത്ത് അഖിൽ എന്ന് സ്കെച്ച് പേനായിട്ട് അവൻ എഴുതി ഒരു ഫോട്ടോയിലാണ്. പിന്നെ അതിന് നമ്മൾ അമല് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു, നമ്മുടെ അടുത്ത് പോലും പറയാതെ വാങ്ങിച്ച അമല് ഒന്നും എഴുതാതെ അവൻ ഫോട്ടോ മാത്രം കൊടുക്കും. അപ്പൊ നമുക്ക് അതിന്റെ പേരെല്ലാം കൊണ്ട് കൊടുക്കാം. പക്ഷെ അഖിൽ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അവന്റെ മനസ്സിൽ അത്രയും ദുഷ്ട മനസ്സായത് കൊണ്ടാണ് അവൻ മാത്രം കൊടുക്കണം. അവൻ മാത്രം കൊടുക്കുന്നുണ്ടോ? ഇതാണ് അമല്, ഇതാണ് ആ വാങ്ങിയ വലിയ ഗിഫ്റ്റ്. ആർക്കും തരാതെ ദുഷ്ട മനസ്സാകൊണ്ടാണ്. മനസ്സിലായി? ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാർത്തിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കാർത്തിയുടെയും വർഷയുടെയും ഗിഫ്റ്റ് എന്റെ കയ്യിൽ തന്നിട്ട് പോയിരിക്കുകയാണ്. മുതലാളി ഇത് കാണുന്നുണ്ടോ? ഭാവിയുടെ കയ്യിലെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കണേ. കാർത്തികേട്ട വേറെ ആരെയും ലേപ്പിച്ചാലും കുഴപ്പമില്ലായിരുന്നു, പുള്ളിനെ ലേപ്പിച്ചാലും എനിക്കറിയത്തില്ല. 2000 രൂപ ഉണ്ടെങ്കിൽ അതിന് 500 രൂപ ഇപ്പം വിജിന് 2000 രൂപ കല്യാണത്തിന് ചെലവിന് പൈസ ഇല്ലാതെ ബന്ധപ്പെടുവരുന്നു. സീരിയസ് ആയിട്ട് അവിടെ ഒരു മാറ്റർ നടക്കണം. ഇത്രയും പ്രായമുള്ള ഇന്നലെ മോശമായി പോയില്ലേ? ഞാൻ വിജിൻ ചേട്ടനൊരു സ്നേഹം കൊണ്ടായിട്ട് അയ്യേ ഇവിടെ ഒന്ന് ഊക്കിന്റെ അങ്ങാരത്ത് ഊക്കാണ് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനിയിപ്പോ നമ്മള് ഫോട്ടോ നാണോ മാനോ ശ്രീത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. എല്ലാരും അമലും കൂടെയാണ് ശ്രീത്ത് നമ്മുടെ കൂടെ കയറും. ഇല്ല നമ്മളെ കൂടെ അത്രേ ഉള്ളു. പ്രത്യേകിച്ച് അപ്സരൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അകേഷ് ഇല്ല, അഖിലിന്റെ ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അകേഷ് ഇറങ്ങി അതായത് നമ്മൾ വാങ്ങാത്ത ഗിഫ്റ്റ് രണ്ടുപേരും വാങ്ങി അമലും അഖിലും അവര് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അതിനകത്ത് കയറി പറ്റുന്നു. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അതാണ് ആഗ്രഹം. ഇല്ല നമ്മൾ കയറും, പാവ മുന്നിൽ ഇരിക്കും. കൊള്ളാം. പിന്നെ ഓടിക്കറ പല വഴിക്കുന്ന ഓടിക്കറ ക്യാമറ തട്ടിരുന്നത് അവന്മാരുടെ വേണം വേണം വേണം. നല്ല പയ്യന്മാരായിട്ട് ഒരുമിച്ച് വന്നിട്ട് കൊള്ളാടേ നല്ല പയ്യന്മാരാണ് ഒരുമിച്ച് വന്നിട്ട് ആമാര്. അത് രണ്ട് ചെറുക്കന്മാർ മറ്റേ ഗിഫ്റ്റിന്റെ ഓസായിട്ടാണ് ബെല്ലാൻഡ് ശ്രീത്തും കയറി നിൽക്കുന്നത്, ആകേഷ് ഉൾപ്പെടെ. ആളെന്ന് ഇറക്കി വിട്ട് വീണ്ടും ഇറക്കി വിട്ട് വീണ്ടും ഇറക്കി വിട്ട് വീണ്ടും ഇറക്കി വിട്ട് ഇറക്കി വിട്ട് വീണ്ടും ഇറക്കി വിട്ട്. ഇപ്പഴല്ല ആള് പറഞ്ഞിട്ടില്ല. എല്ലാരും കഴിക്കും. ഇത് നമ്മളെല്ലാരും ലിസ്റ്റാണ്. ബ്രോ അവിടെ ആരെങ്കിലും ഷൂട്ട് കൊടുക്കില്ല, ഇത് കണ്ടന്റ് കിട്ടൂല. ഞാനിവിടെ എടുത്തിട്ടെ ഒക്കെ എങ്കിൽ ബക്ക. അയ്യോ ഗിഫ്റ്റ് കണ്ടില്ല.
ഫോട്ടോ ഫ്രെയിം. വിജിനെ എന്റെ ഗിഫ്റ്റ് വിജിനെ വിജിനെ കൊള്ളാം, നല്ല സാധനം. അഖില നിന്റെ പൊട്ടി പൊട്ടി മൈക്കോടെ ഇവൻ 2 പ്രസംഗം പറയും. ആ പ്രസംഗം പറയട്ടെ. ആ സെയിം ഇത് കൊള്ളാം അല്ലടാ വിജിന്. എല്ലാരും കൊടുത്തു ഗിഫ്റ്റ്. എന്താണ് ഗിഫ്റ്റ്? കൺഗ്രാജുലേഷൻസ്. നീ എല്ലാരും 8 വർഷം കൊണ്ട് എങ്ങനെ സിറ്റി എടുത്തടാ? എന്റെ പ്രയത്നം, കഠിനമായ പ്രയത്നം. എന്ത് പ്രയത്നമായിരുന്നു? ഒന്ന് ആക്കളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഉള്ള പ്രണയമായിരുന്നു. ആണാ? കോളേജിൽ പോയിട്ടുണ്ട്. കോളേജിൽ പോയി. നീ പക്ഷെ അവിടെ പറഞ്ഞ നീ സിഗ്മ എന്നാണല്ലോ പറഞ്ഞ മലയാളി സാക്ഷി. താങ്കൾ ഈ കല്യാണത്തെ എങ്ങനെ നോക്കിക്കാണും? കണ്ടുകൊണ്ടു. ഒരു ചോദ്യം, താങ്കൾ ഈ കല്യാണത്തിനെ എങ്ങനെ നോക്കിക്കാണും? കണ്ണുണ്ടെന്ന് പറയാം. സത്യം പറഞ്ഞാൽ എന്റെ കൂടെ കുറെ സ്ട്രഗിൾ ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഇത് എങ്ങനെയും എത്തിക്കണം കുറച്ച് പേര് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇവൻ കുറച്ചു പേർക്ക് അറിയാം, നിനക്കും അറിയാം. എനിക്കറിഞ്ഞൂടാ. ഇനിയിപ്പോ നീ ആരും പേടിക്കണ്ട. ഇവന്റെ 10 ലക്ഷം ആൾക്കാർ കാർത്തിക് സൂര്യേട്ടൻ കാർത്തിക് വരാതെ എപ്പിച്ചാണ്. കാർത്തിക് സൂര്യയും വർഷയും കൂടെ ചേർന്ന് വിജിനെ എന്നെ ഏൽപ്പിച്ച ഗിഫ്റ്റ് ഞാൻ കൈമാറുവാണേ. 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അതിനാണ് ലെറ്റർ എടുത്തേക്കുന്നത്. 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അത് പോകറ്റ് വെച്ചോ. അതാ പോകറ്റ് വെച്ചോ. അതാ പോകറ്റിൽ വെച്ചേരി. വില ശ്രീധരൻ കഞ്ഞി പമ്പടി കാട്ടി ചോറ് അപ്പുറത്ത് കയറി പോ. അമ്മേ ഓക്കെ സീറ്റ് എന്താ ചിക്കനാ? ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ. സദ്യയോട് ചിക്കനാ? ഇതിന്റെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് 2 ലക്ഷം കൂടുതൽ കിട്ടും. സദ്യയോട് ചിക്കൻ ഞാൻ അതിനാ കണ്ടത്. അതായത് ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് സദ്യക്ക് തന്നെ ഇവിടെ ചിക്കൻ യൂസ് ചെയ്യും. വിജിൻ കോഴിയായോണ്ടാണ് ചിക്കൻ ഒന്നും. അങ്ങനല്ല. ഇത് നമ്മളെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഇതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിക്കൻ മാത്രമല്ല, ബീഫ്, മറ്റേ വേറൊന്നുണ്ട്, മട്ടൻ അതൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ കളരിയിൽ നമുക്ക് കോഴിക്കറിയില്ലായിരുന്നു. നമ്മുടെ നാരായണൻ കുട്ടിയോട് അറിഞ്ഞുകൊണ്ട് കോഴിക്കറി കോഴി എന്നത് അങ്ങോട്ട് മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അങ്ങോട്ട് മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ട്. ഇവിടെ ചിക്കനുമായിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ ബിരിയാണിയാ പിന്നെ ഉച്ചക്കൊക്കെ. അത് പ്രോപ്പർ സദ്യക്ക് പറയാറില്ല. പപ്പടം പായസം ഫുൾ വെജിറ്റേറിയൻ. ഇത് തമിഴ്നാട് കേരള കോമ്പോ. അതായത് ബോർഡർ ഒരു സൈഡ് കേരള, ഇത് സദ്യ കേരള, തമിഴ്നാട് ചിക്കൻ അങ്ങനത്തെ കോമ്പോ. അതായത് ഒരു തമിഴ്നാട് കേരള കോമ്പോ കല്യാണം. ഇവന് എന്നാലും എങ്ങനെ ഇഷ്ടായി? ആൻസർ മീ. എന്ത് കണ്ടിട്ട് ഇഷ്ടായി? ഇവന്റെ മണ്ടത്തരം, ഇവന്റെ പൊട്ടത്തരം, വിവരമില്ലായ്മ, ഏതാണ് ഇഷ്ടമായത്? പറയൂ. പക്ഷെ ഇവൻ അവിടെ പെമ്പിള്ളേരെ മൊത്തം നോക്കുവേ. പറയുമ്പോൾ ഞാൻ സിഗ്മ എന്ന് പറയും. എനിക്ക് ആമ്പിള്ളേരെ മാത്രം ഇഷ്ടമാണെന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ചെയ്യോ? ഒരു ഓഫർ ഇല്ല, ഫിക്സഡ് ആണ്. ഓഫർ കിട്ടിയ എക്സ്ചേഞ്ച് ചെയ്യത്തൊന്നുമില്ല. തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ്. തങ്കപ്പെട്ട മനുഷ്യൻ. ഇവനെ സൂക്ഷിച്ചോളൂ. ഇല്ല, ഞാൻ വിട്ടേക്കോടാ. ഇറങ്ങും, കൈ ഇറങ്ങും. പിന്നല്ല ഓക്കെ. വേറെ മമ്മൂട്ടിയോ ലാലേട്ടനാണോ? എല്ലായിടത്തും ലാലേട്ടനാണോ? അയ്യോ ഉമ്മയോ?
ഞങ്ങൾ കൊടുക്കാൻ വരെ ആളുണ്ട്. പണ്ട് മതിയായിരുന്നു നമ്മുടെ ഉമ്മയൊക്കെ, പണ്ട് മതിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഉമ്മയൊന്നും വേണ്ട, അത് കൊടുക്കാൻ വരെ ആള് വന്നത്. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ് മാൻ. വിളിക്കേ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പുറം കഴിയുന്നത് ഞാൻ വിളിക്കാം ഹാപ്പി മാരീഡ് ലൈഫ്. ഫസ്റ്റ് നൈറ്റ് ഒക്കെ നല്ലപോലെ കോർഡിനേറ്റ് ചെയ്തു കേട്ടോ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. പരിപാടി ഗംഭീരമാണ് ഫസ്റ്റ് നൈറ്റ്. ഓക്കെ ഓക്കെ ബൈ. കല്യാണം വിളിച്ചിട്ടുണ്ടോ? പയ്യന്റെ പേരെന്തുവാ? പെണ്ണിന്റെ പേരെന്തുവാ? എന്തിനാണ് വന്നത്? പിന്നെ സദ്യ എങ്ങനെയുണ്ട് സാർ? സദ്യ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, സദ്യ എങ്ങനെയുണ്ട്? പയ്യന്റെ പേര് ബിജിൻ ബാബു. പെണ്ണിന്റെ പേര് വർഷ. അനില. ഏത്? നിത്യ. ഞങ്ങൾ വിളിക്കുന്നത് നിത്യ എന്നാണ്. നീ പറ പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേരാ ബോർഡെ നോക്കിട്ട് വരാം. പെണ്ണിനെ വിളിച്ച് പോയിട്ട് ഞാൻ വരാം. ആയതുകൊണ്ട് എനിക്കറിയാം. കാരണം അവർ ആദ്യം ഫ്രൈ ചെയ്ത് ഞാൻ പാചകക്കാരനാണ്, എൻ്റെ ഫാമിലി പാചകക്കാരനാണ്. അച്ഛൻ എല്ലാവരും അത്യാവശ്യം പാചകം ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് റോസ്റ്റിന് വേണ്ടി ഇട്ടത്. അപ്പോൾ എനിക്ക് ആ റോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിയൽ, സാധാരണ നമ്മൾ കല്യാണത്തിന് മുമ്പ് എപ്പോഴും കാണുന്ന യൂഷ്വലി ഉള്ള ഒരു അവിയലല്ല ഇത്. അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇട്ട്. എങ്ങനെ പേര്? വിനായകനോ അങ്ങനെ വിജിനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല. അറിയത്തില്ല. ദൈവത്തെ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്, എന്നെ അവന്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, അവന്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്, അവള് വരെ വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചാ? ഓക്കെ, നമ്മളിവിടെ ഇറങ്ങട്ടെ. ബാബാ ബൈ. വെല്ലേ പോണ്ട. അപ്പം നമ്മുടെ നാരായണൻകുട്ടി ഇവിടുന്ന് അത്യാവശ്യം നമ്മുടെ ഒരുപാട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് നമ്മൾ നാരായണൻകുട്ടി. അപ്പൊ നാരായണൻകുട്ടി നമ്മളെ ഇന്ന് വിട പറയുകയാണ്. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ, ഏറെ സ്നേഹത്തോടെ നാരായണൻകുട്ടി ആൻഡ് ഫാമിലി ഇവിടുന്ന് വിടവാകുന്നു. Let's go. Okay, bye.